അങ്ങനെ നമ്മുടെ ഗീതാ ഗോവിന്ദം സീരിയലിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട്. നല്ലൊരു അടിപൊളി പ്രൊമോ വീഡിയോ ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പ്രൊമോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മുടെ ആദ്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ച് നിർത്തിയെന്ന് വെച്ചാൽ നമ്മുടെ പ്രിയമോളുടെ മുറി, അതായത് പ്രിയമോളുടെ മുറിയായിരുന്നു നേരത്തെ നമ്മുടെ രഞ്ജു വന്നപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ പ്രിയമോള് തിരിച്ചിപ്പോൾ വളക്കാപ്പ് ചടങ്ങൊക്കെ നടത്തിയിട്ട് വീട്ടിലേക്ക് അറക്കിലേക്ക് തിരിച്ചു വരുമ്പോൾ ആ മുറി നേരെ പ്രിയമോൾ ഉപയോഗിക്കാനായിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ രഞ്ജു ചെന്നിട്ട് അതിങ്ങനെ ചോദ്യം ചെയ്യുകയാണ്. അപ്പോൾ ചോദ്യം ചെയ്യുമ്പോഴത്തേക്ക് പ്രിയമോൾക്ക് ദേഷ്യം വരികയാണ്. അങ്ങനെ പ്രിയമോള് നന്നായിട്ട് നമ്മുടെ രഞ്ജുവിനെ ഷൗട്ട് ചെയ്യുകയാണ്. അപ്പോൾ പിന്നീട് അതിൽ നമ്മുടെ നമ്മുടെ രാധിക മാഡം ഇടപെടുകയാണ്. രാധികാമ്മ പറയുകയാണ്, എന്തായാലും ഇത് എൻ്റെ മകളുടെ മുറിയാണ്, എൻ്റെ മകളുടേതായിട്ടുള്ള ഒന്നും നിനക്കായിട്ട് വിട്ടുതരുന്ന പ്രശ്നമില്ല എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ രഞ്ജു പറയുകയാണ്, എനിക്ക് ഈ മുറി തന്നെ വേണമെന്നൊന്നും ഒരു നിർബന്ധവുമില്ല, ഈ വീട്ടിലെ ഏത് മുറിയായാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഞാൻ ഈ വീട്ടിൽ നിന്ന് മാറണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും അതെന്നോട് ഗോവിന്ദേട്ടൻ പറയണം, എൻ്റെ മുഖത്ത് നോക്കി ഗോവിന്ദേട്ടൻ പറയണം. ഗോവിന്ദേട്ടനാണ് ഞാൻ ഇവിടെ വരുന്ന കാര്യം തീരുമാനിക്കുന്നത്, അപ്പോൾ എല്ലാ കാര്യങ്ങളും ഗോവിന്ദേട്ടൻ വേണം തീരുമാനിക്കാൻ എന്നിങ്ങനെ പറഞ്ഞു നിർത്തുന്നതായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ എന്ന് വെച്ചാൽ, നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ വീഡിയോ വന്നിരിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, വിലാസിനിയെ ഹോസ്പിറ്റലിലൊക്കെ ആക്കി നമ്മുടെ ഭദ്രനെയും നമ്മുടെ വിനോദിനെയും ഹോസ്പിറ്റലിൽ ഉത്തരവാദിത്തപ്പെട്ടവരെയൊക്കെ ആക്കിയതിന് ശേഷം ഗോവിന്ദും ഗീതുവും കൂടി അറയ്ക്കലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോഴാണ് അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മുടെ ഗീതുവിനും ഗോവിന്ദനും മനസ്സിലാവുന്നത്. പ്രിയമോളും രഞ്ജുവും കൂടി ചേർന്നിട്ടുണ്ടായിരുന്ന ആ അഭിപ്രായ വ്യത്യാസത്തെക്കുറിച്ചും രഞ്ജു മുറി മാറിക്കൊടുത്ത ആ ഒരു സാഹചര്യത്തെക്കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ അറിയുന്നത്. അപ്പോൾ തന്നെ എന്ത് ചെയ്തെന്നോ, നമ്മുടെ ഗീതു വന്നിട്ട് നമ്മുടെ രാധികാമ്മയെ വിളിച്ചുകൊണ്ട് പോയി മാറ്റി നിർത്തിയിട്ട് നമ്മുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുകയാണ്. രാധികാമ്മയെ ഭീഷണിപ്പെടുത്തുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ രാധികാമ്മയോട് പറയുകയാണ്, രഞ്ജുവിന് ആ മുറി തന്നെ തിരിച്ചു കൊടുത്തില്ലെങ്കിലുണ്ടല്ലോ, നിങ്ങൾ കാണിച്ചതിൻ്റെയൊക്കെ ആ ഒരു വീഡിയോ ഉണ്ടല്ലോ, അത് ഞാൻ കണ്ണേട്ടനെ കാണിക്കും എന്ന് പറഞ്ഞ് തന്നെ നമ്മുടെ ഗീതു ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് നമ്മുടെ രാധികയെയും വരുണിനെയും. അപ്പം തന്നെ നമ്മുടെ രാധികാമ്മ പറയുകയാണ്, അതിനൊന്നും ഒരു പ്രശ്നമില്ല, പിന്നെ അറയ്ക്കൽ തറവാടിൻ്റെ പാരമ്പര്യം എന്ന് വെച്ചാൽ അതിഥികളെ സൽക്കരിക്കുന്നതാണല്ലോ, രഞ്ജു നമ്മുടെ അതിഥിയാണ്, അതുകൊണ്ട് രഞ്ജുവിന് ഇഷ്ടപ്പെട്ട മുറിയിൽ രഞ്ജു തന്നെ കിടന്നോട്ടെ എന്നിങ്ങനെ പറയുകയാണ്. പക്ഷെ മനസ്സിൽ പറയുന്നുണ്ട്, രഞ്ജു നിൻ്റെ എല്ലാം ഞാൻ മാറ്റി തന്നേക്കാം, നീ ആ വിലാസിനിയുടെ മോളല്ലേ എന്നിങ്ങനെ നമ്മുടെ രാധികാമ്മ മനസ്സിലൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്, പറയുന്നുമുണ്ട്. അപ്പോൾ എന്നിട്ട് നമ്മുടെ വരുണിനെ വിളിച്ചിട്ട് പറയുകയാണ്, നമ്മുടെ രാധികാമ്മ പറയുകയാണ്, എടാ, അതായത് രഞ്ജുവിൻ്റെ മുറിയിലിരിക്കുന്ന രഞ്ജുവിന് വേറൊരു റൂമായിരുന്നല്ലോ കൊടുത്തത്, ആ റൂമിലിരിക്കുന്ന ലഗേജുകളൊക്കെ എടുത്തിട്ട് പ്രിയമോൾ കിടക്കുന്ന ആ മുറിയിലേക്ക് കൊണ്ടുവയ്ക്കുക, എന്നിട്ട് പ്രിയമോളുടെ ലഗേജ് മാറ്റിയും വെക്കാനായിട്ട് പറയുകയാണ് നമ്മുടെ രാധികാമ്മ നമ്മുടെ വരുണിനോട് പറയുകയാണ്. അങ്ങനെ വരുൺ അതുപോലെ തന്നെ ചെയ്യുകയാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഗോവിന്ദ് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്, എന്താ ഇവിടെ നടക്കുന്നത്, പുള്ളിക്കാരന് ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഗോവിന്ദ് വിചാരിക്കുകയാണ്, ഗീതു എന്ത് പറഞ്ഞാലും അതുപോലെ തന്നെ രാധികാമ്മ അനുസരിക്കുന്നുണ്ട്, എന്തോ ഒരു തുറപ്പ് ചീട്ട് അവളുടെ കയ്യിലുണ്ടല്ലോ, എന്തായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദ് ചിന്തിക്കുന്നുണ്ട്. പിന്നീട് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജയിലിൽ കിടക്കുന്ന നമ്മുടെ അനാർക്കലി ഉണ്ടല്ലോ, പുള്ളിക്കാരത്തി ഇപ്പോൾ ജയിലിൽ നിന്നും ശിക്ഷയൊക്കെ കഴിഞ്ഞ് ഇറങ്ങാറൊക്കെ ആയിട്ട് ഇരിക്കുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ രാധികാമ്മയെ വിളിക്കുകയാണ് നമ്മുടെ അനാർക്കലി. വിളിച്ചിട്ട് പറയണം, രാധികയെ, ഞാൻ ഇനി അധികം വൈകാതെ തന്നെ ജയിലിൽ നിന്നും പുറത്തിറങ്ങുന്നുണ്ട്, അതിനുശേഷം ഉണ്ടല്ലോ എൻ്റെ പ്രധാന ശത്രു നീയാണ്, നിന്നെ ഞാൻ കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രാധികാമ്മയ്ക്കിട്ട് നല്ല രീതിയിൽ പറയുകയാണ്, എൻ്റെ ജീവിതം തകർത്ത് നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതിനുശേഷം നമ്മുടെ ഭദ്രനെ വിളിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് രണ്ട് ശത്രുക്കളെ ഉള്ളൂ എന്നാണ് നമ്മുടെ അനാർക്കലി പറയുന്നത്. അതൊരെണ്ണം രാധികാമ്മയും ഒരെണ്ണം ഭദ്രനുമാണെന്നാണ് നമ്മുടെ അനാർക്കലി പറയുന്നത്. അങ്ങനെ അനാർക്കലി ഭദ്രനോട് പറയാണ്, എടാ ഭദ്ര, നീ റെഡി ആയിട്ടിരുന്നോ, ഞാൻ ഈ ജയിലിൽ നിന്നും ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ ഉടനെ നിന്നെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് ഞാൻ പറഞ്ഞു വിടുന്നുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഭദ്രൻ ഇങ്ങനെ ഞെട്ടിത്തരിച്ചൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പ്രൊമോ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഈ ഒരു പ്രൊമോ വീഡിയോ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ദിവസങ്ങളായിരിക്കും ഇനി അങ്ങോട്ടുള്ള എപ്പിസോഡുകളെല്ലാം. അപ്പോൾ ഇനി നാളെ നേരത്തെ തന്നെ ഞാൻ ഈ എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടൊക്കെ വരുന്നതായിരിക്കും, പ്രൊമോ വീഡിയോ ആയിട്ടൊക്കെ വരുന്നതായിരിക്കും. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തേക്കണം. അപ്പോഴായിരിക്കും ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അപ്പോഴായിട്ട് നിങ്ങളിലേക്ക് എത്തുക. പിന്നെ അത് മാത്രമല്ല, വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കണം. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടൊക്കെ വരാം. അതുവരെ എല്ലാവർക്കും
ബായ്.